ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴിന്ന് സവാളയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് കേട്ടോ പുഴുങ്ങുന്നത്. അപ്പം കുക്കറിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ നിങ്ങളുടെ പാകത്തിന് ആളിൻ്റെ കണക്കനുസരിച്ചൊക്കെ ചേർക്കാം. ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. നമ്മളിവിടെ 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് വേവുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു കൂട്ടൊന്ന് റെഡിയാക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കുഞ്ഞാണെങ്കിൽ 2 ഒക്കെ ചേർക്കാം കേട്ടോ. തീരെ പൊടിയാണെങ്കിൽ അപ്പോൾ ഒരു സവാള അരിഞ്ഞ് അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലും മതി. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതെ, നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തോടൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഈ മുട്ട ഒന്ന് ഫ്രൈ ആക്കിയിട്ടാട്ടോ നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. മുട്ട കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു മുട്ട ഒന്ന് ചിളങ്ങിപ്പോയി, ഇടയ്ക്ക് പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഷേപ്പിനൊരു വ്യത്യാസം. അപ്പോൾ അതാണ്ട് ഈ മുട്ട ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ചിലപ്പോൾ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും മുട്ട ആയതുകൊണ്ട് തന്നെ, അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ. അതാണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടേ. നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇപ്പോൾ അതാണ്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട 3 മുട്ടയും ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ അതേ എണ്ണയിൽ തന്നെ നമ്മളിവിടെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. കാര്യം സവാളയുടെ ഒന്നും പച്ചമണം ഒന്നും മാറ്റാതെ ഡയറക്റ്റ് നമ്മൾ അരച്ചെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്ന് വഴണ്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കേ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിന് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഫസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി ഇതൊന്നങ്ങ് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ. അപ്പം നന്നായിട്ടും തിളച്ച് വരുന്നുണ്ട്. അപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കേ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആകപ്പാടെ ഇത് 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. മസാലയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർത്തായിരുന്നല്ലോ, ആ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഞാൻ ഈ ചേർത്ത അളവ് ചേർക്കുകയാണെങ്കിലും. ഇപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ബാക്കി വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 3/4 കപ്പോളം വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഇതിന്. നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളച്ച് വരട്ടെ. ഏതാണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കസൂരി മേത്തി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിലും ഒഴിവാക്കാം. ഉണ്ടെങ്കിൽ ചേർത്തോ, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പം അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അധികം സമയമൊന്നുമില്ല. അധികം മെനക്കേടൊന്നുമില്ല. ഒരുപാട് നേരമായിട്ട് സവാള വഴറ്റിയോ അല്ലെങ്കിൽ ഒരുപാട് സവാളയുടെ ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ദാണ്ടെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ അടച്ചിരുന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ദാണ്ടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റുമാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചൂടായിട്ട് തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.